ഗുഡ് മോർണിംഗ് ഓൾ. നമുക്കിന്ന് മലയാളം പഠിക്കാം. നമ്മൾ പ്രെപ്പ് 1 എല്ലാ അക്ഷരങ്ങളും പഠിച്ചതാണല്ലേ മലയാളത്തിൽ. അതിൽ ചില അക്ഷരങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ 4 അക്ഷരങ്ങളാണ് റിവൈസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞും എഴുതിയൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു. നമ്മളിത് റിവൈസ് ചെയ്യുവാണ്. നമുക്ക് സ്ലേറ്റിൽ എഴുതി വേണം റിവൈസ് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും സ്ലേറ്റ് എടുത്തേ. ഓൾ ഓഫ് യു ടേക്ക് യുവർ സ്ലേറ്റ്. സ്ലേറ്റിൽ എഴുതിയും ഉറക്കെ പറഞ്ഞും വേണം നമ്മളിത് റിവൈസ് ചെയ്യാൻ. എല്ലാവരും സ്ലേറ്റ് എടുത്തോ? നമ്മളിന്ന് ആദ്യം റിവൈസ് ചെയ്യാൻ പോകുന്ന അക്ഷരമാണ് റ. ഇതേതാ അക്ഷരം? റ. ഓർക്കുന്നുണ്ടോ ഈ അക്ഷരം? നമുക്ക് എഴുതിയും കൂടെ നോക്കാം. എല്ലാവരും സ്ലേറ്റിൽ വേണം കേട്ടോ എഴുതാൻ. ഇതാ താഴേന്ന് തുടങ്ങി മുകളിലോട്ട് പോയി വളച്ച് താഴെ വന്നു. കണ്ടോ? ഇതേതാ അക്ഷരം? റ എന്ന അക്ഷരം. ഒരു പ്രാവശ്യം എഴുതിക്കേ. താഴേന്ന് മുകളിലോട്ട് പോയി വളച്ചു കൊണ്ടുവന്ന് താഴെ മുട്ടിച്ചു. കണ്ടോ? ഏതക്ഷരം ഇത്? റ. ഇതാ റ എന്ന അക്ഷരമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. റ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ ഏതൊക്കെയാ? റവ. ഉപ്പുമാവ് എല്ലാവരും കഴിക്കാറില്ലേ? ഉപ്പുമാവ് എന്ത് വെച്ചാണ് ഉണ്ടാക്കുന്നത്? റവ വെച്ചാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. റവ. റവ എന്ന വാക്ക് റ എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത്. പിന്നെ റാണി. കണ്ടോ? അപ്പോൾ റ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകളാണ് റവ, റാണി ഒക്കെ. എഴുതിയോ എല്ലാവരും? റ എന്ന അക്ഷരം എഴുതിയോ? ശരി. ഇനി നമുക്ക് അടുത്ത അക്ഷരം നോക്കാം. ഇതേത് അക്ഷരം? ന. നോക്കിക്കേ. ന എന്ന അക്ഷരമാണ്. എല്ലാവരും ഓർക്കുന്നുണ്ടോ ഈ അക്ഷരം? ശരി, നമുക്ക് ഈ അക്ഷരം ഒന്ന് എഴുതാം. ഇതാ താഴേന്ന് തുടങ്ങി മുകളിലോട്ട് പോയി വളച്ചു കൊണ്ടുവന്ന് അതേ വരെ കൂടെ വീണ്ടും മുകളിലോട്ട് പോയി വളച്ച് താഴോട്ടെത്തി. കണ്ടോ? ഇതേത് അക്ഷരം? ന എന്ന അക്ഷരം. ഒരു അക്ഷരം എഴുതാം. മുകളിലോട്ട് വളച്ചു കൊണ്ടുവന്ന് വന്നു അതേ വരെ കൂടെ വീണ്ടും മുകളിലോട്ട് പോയി വളച്ച് താഴെ കൊണ്ടുവന്നു. കണ്ടോ? ഏതക്ഷരം? ന എന്ന അക്ഷരം. ന എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ ഏതൊക്കെയാ? നര, നരി, നഖം. ഇതൊക്കെ ന എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകളാണ്. പറഞ്ഞേ, വാക്കുകൾ ഓർക്കെ പറഞ്ഞേ. നര, നരി, നഖം. അപ്പോൾ ന എന്ന അക്ഷരത്തിലാണ് ഇത് തുടങ്ങുന്നത്. ന എന്ന അക്ഷരം എഴുതിയോ? അപ്പോൾ നമ്മൾ ആദ്യം ഏത് എഴുതിയത്? റ. പിന്നെ നമ്മൾ എഴുതിയത് ന. എല്ലാവരും ഇത് എഴുതി പഠിക്കണം. എഴുതുന്നതിൻ്റെ ഒപ്പം ഉറക്കെ ഈ അക്ഷരം പറയണം. ഇനി നമ്മൾ അടുത്തത് ഇതേത് അക്ഷരം? ര എന്ന അക്ഷരം. എഴുതാതെ ര എന്ന അക്ഷരം. ദേ താഴേന്ന് വളച്ച് മുകളിലോട്ട് പോയി താഴെ എത്തിക്കഴിയുമ്പോൾ അകത്തോട്ട് കയറ്റി ഇതേവിടെ മുട്ടിച്ചു. കണ്ടോ? ഇതേതക്ഷരം? ര. ഒരു അക്ഷരം എഴുതാം. താഴേന്ന് തുടങ്ങി മുകളിലോട്ട് വളച്ച് കൊണ്ടുവന്ന് താഴെ എത്തി അകത്തോട്ട് കയറ്റി ഇതേ ഇവിടെ കൊണ്ടുവന്ന് മുട്ടിച്ചു. മുകളിൽ വേണം മുട്ടിക്കാൻ. കണ്ടോ? ഏതക്ഷരം? ര. കൈ എടുക്കാൻ പാടില്ല. എല്ലാം എഴുതി കഴിഞ്ഞിട്ട് മാത്രമേ കൈ എടുക്കാവുള്ളൂ. ഒരു അക്ഷരം നമുക്ക് എഴുതാം. ഇതാ വളച്ച് മുകളിലോട്ട് പോയി താഴെ വന്ന് അകത്തോട്ട് കയറ്റി മുകളിൽ കൊണ്ടുവന്ന് മുട്ടിച്ചു. ഏതക്ഷരം? ര. പറഞ്ഞേ. ര. ര എന്ന അക്ഷരമാണ് ഇപ്പോൾ നമ്മൾ എഴുതിയത്. ര എന്ന അക്ഷരം വെച്ച് തുടങ്ങുന്ന വാക്കുകൾ ഏതാ? രാവിലെ, രാത്രി. ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന വാക്കുകളാണല്ലേ. ഈ വാക്കുകളൊക്കെ തുടങ്ങുന്നത് ര എന്ന അക്ഷരത്തിലാണ്. പറഞ്ഞേ. രാവിലെ, രാത്രി. കണ്ടോ? എന്ത് സ്വരം അവിടെ വന്നത്? ര. ര എന്ന സ്വരമാണ് വന്നത്. ഇതേത് അക്ഷരം? ര. എല്ലാവരും എഴുതി പഠിക്കണം. എഴുതുന്നതിൻ്റെ ഒപ്പം ഉറക്കെ പറഞ്ഞ് പഠിക്കണം കേട്ടോ. അപ്പോൾ ര എന്ന അക്ഷരം. ഇനി നമുക്ക് അടുത്ത അക്ഷരം നോക്കാം. ഇതേത് അക്ഷരം? ത. പറഞ്ഞേ. ത. നമ്മൾ തായാണ് എഴുതാൻ പോകുന്നത്.
മുകളിലോട്ട് പോയി വളച്ച് കൊണ്ടുവന്ന് അകത്തൂടെ കയറ്റി പുറത്തോട്ടെടുത്ത് വളച്ച് ഇവിടെ മുട്ടിച്ചു. ഇതേതക്ഷരം? താ. നമുക്കൊരു അക്ഷരം എഴുതാം. താഴേന്ന് മുകളിലോട്ട് വളച്ച് കൊണ്ടുവന്ന് അകത്തൂടെ എടുത്ത് പുറത്തോട്ട് കയറ്റി താഴെ വന്ന് മുട്ടിച്ചു. ഏതക്ഷരം? താ എന്ന അക്ഷരം. എല്ലാവരും എഴുതിയോ? പറയുന്നതിൻ്റെ ഒപ്പം പറഞ്ഞ് വേണം എഴുതാൻ. ഇങ്ങനെ എഴുതി താ, ഇങ്ങനെ പറഞ്ഞ് വേണം എഴുതാൻ, എഴുതി പഠിക്കാൻ. ഇനി താ എന്ന അക്ഷരം വെച്ച് തുടങ്ങുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? തല, തറ, തവള. ഇതൊക്കെ താ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകളാണ്. ഏതൊക്കെയാണ്? തല, തറ, തവള. ഇതെല്ലാം താ എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇത് ഏത് അക്ഷരം? താ. നമ്മളിന്ന് പഠിച്ച അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? റ, ന, ര, ത. ഈ അക്ഷരങ്ങളെല്ലാം എഴുതി പഠിക്കണം. എഴുതുന്നതിൻ്റെ ഒപ്പം പറഞ്ഞും പഠിക്കണം. ഈ അക്ഷരങ്ങൾ വെച്ച് തുടങ്ങുന്ന വാക്കുകളും പറഞ്ഞു നോക്കണം. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ആൻഡ് താങ്ക് യു.